ഡോക്ടർ എൽസി ഉമ്മൻ, ഇതിലിപ്പോൾ ഷമീറ ബീവിയുടെയും ഈ ഭർത്താവായ നയാസിന്റെയും മാനസികാവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട്. ഇയാൾ പറയുന്നു ആശുപത്രിയിലേക്ക് പോകാൻ പറ്റില്ല എന്ന്. അടുത്തടുത്തുള്ള പ്രസവങ്ങളാണ്. നേരത്തെയുള്ള പ്രസവങ്ങളൊക്കെ സിസേറിയനായത് ഡോക്ടർമാരുടെ പിഴവ് കൊണ്ടാണ്. അവരങ്ങനെ ചെയ്തതാണ് മനഃപൂർവ്വം എന്നാണ് ഇയാൾ പലരും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എത്തിയ ആരോഗ്യ പ്രവർത്തകരോടും ആശാവർക്കർമാരോടും ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളതും തനിക്ക് ചികിത്സയ്ക്ക് ആശുപത്രിക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഭർത്താവിനെ ഭയമാണ്, ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയമാണ് എന്നാണ്. ഈ അക്യുപങ്ക്ചർ ചികിത്സ വഴി സാധാരണഗതിയിൽ വേദന കുറയ്ക്കാനുള്ള സംവിധാനമാണെന്ന് പറയുന്നു. ഇതുവഴി പ്രസവം എന്നത് എങ്ങനെ ഇവർ വിശ്വാസത്തിലെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് അങ്ങനെ വിശ്വസിച്ച് തന്നെ ഭാര്യ വേദനിക്കാതെ പ്രസവിക്കട്ടെ എന്ന് തീരുമാനിച്ച് ഇയാൾ നടപ്പാക്കുകയാണെന്ന് കരുതാനാകുമോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിതിനെ പല രീതിയിൽ വേണം കാണാനായിട്ട്. നമ്മുടെ രാജ്യത്ത് എല്ലായിടവും തന്നെ മോഡേൺ മെഡിസിന് എതിരായിട്ട് വളരെയധികം പ്രചരണമുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും അതിനെതിരെ പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. പ്രകൃതിയിലേക്ക് മടങ്ങി വരിക എന്നാണ് ആഹ്വാനം. പ്രകൃതിയിലേക്ക് മടങ്ങി വരിക, അപ്പം മൃഗങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള പ്രസവമായാൽ മനുഷ്യനുമാകാം എന്നുള്ള തരത്തിൽ വരെ അധപ്പതിച്ച പോസ്റ്റുകളും അല്ലെങ്കിൽ വീഡിയോസും അങ്ങനെ ആഹ്വാനം ചെയ്യുന്നതുണ്ട്. ആൾക്കാരെല്ലാം പറഞ്ഞു പരത്തുന്നത് എന്താണ്? അതായത് മോഡേൺ മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ അത് കെമിക്കലാണ്, റിയാക്ഷൻ ഉണ്ടാവും, സൈഡ് എഫക്റ്റ് ഉണ്ടാവും. മറ്റേത് പ്രകൃതിദത്തമാണ് എന്നുള്ളതാണ്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രചാരമാണ്. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും അത് കെമിക്കലാണ്. ഹൈഡ്രജനും ഓക്സിജനോട് ചേരുന്നതാണ് വെള്ളം. നമ്മുടെ ശരീരം പോലും ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് കെമിക്കലിന്റെ ഒരു കോമ്പോസിഷൻ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിൽക്കെ പ്രകൃതിയിലേക്ക് മടങ്ങി വരണം, പ്രകൃതിദത്തമായിട്ടുള്ളത് മാത്രമേ പറ്റാവൂ എന്നുള്ള തരം ആഹ്വാനം കൊടുക്കുമ്പോൾ ഒട്ടുമിക്ക ജനങ്ങൾ, അത് അഭ്യസ്ത വിദ്യർ പോലും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നവർക്ക് പോലും അബദ്ധ ജടിലമായിട്ടുള്ള ഐഡിയാസ് കൊടുക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രകൃതിദത്തമാണെങ്കിലും ഇത് മോഡേൺ മെഡിസിൻ സിന്തറ്റിക് ആണ്, പ്രകൃതിദത്തമായിട്ടുള്ളത് സിന്തറ്റിക് അല്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. രണ്ടും കെമിക്കൽ തന്നെയാണ്. അപ്പോൾ അത്തരം ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് പോലും സാമാന്യ ജനത്തിന് ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. സെലിബ്രിറ്റീസും അല്ലെങ്കിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് അവരുടെ കാര്യം വരുമ്പോൾ അവരുടെ ജീവൻ റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറാകില്ല. അവരതിനു വേണ്ടിയിട്ട് പരസ്യത്തിന് നിൽക്കുകയോ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്താലും അവരുടെ കാര്യം വരുമ്പോൾ അവരെ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് വിദേശത്ത് പോയാലും എടുക്കാനായിട്ട് അവർക്ക് ഹെൽപ്പുണ്ട്, അവരത് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇത്തരം രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന ആളുകൾ ഇത്തരം അബദ്ധ രീതിയിൽ പോയി വീഴാനുള്ള സാധ്യത ഏറെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാത്തിനും വിശ്വാസവുമായിട്ട് കൂട്ടി കുഴച്ച് ഉള്ള ഒരു സംവിധാനം. അതിന് തുടക്കം മുതലേ അങ്ങനെയാണ്. ഇപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതി വെച്ചിട്ടുള്ള അഷ്ടാംഗ ഹൃദയം എന്നൊക്കെ പറയുന്ന ആയുർവേദത്തിന്റെ ഗ്രന്ഥത്തിൽ പോലും ബ്രഹ്മാവ് സ്മരിച്ചതാണ് ആയുർവേദം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതുപോലെ അതിനകത്തുള്ള വിദ്യകൾ പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്ന് എല്ലാ ഗ്രന്ഥത്തിലും ആയുർവേദ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് അന്നത്തെ കാലത്ത് ആൾക്കാർ ലാഘവത്തോടെ കാര്യങ്ങൾ എടുക്കാതെ സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ ഭയപ്പാടോടെ അത് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിൽ അന്ന് ചെയ്തതാണ്. പക്ഷെ ഇന്ന് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചു, അതിന്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ ആ ഒരു തരത്തിൽ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നിരിക്കെ ഇതേ ഒരു പാരമ്പര്യം ഒട്ടുമിക്ക ആളുകളും, പ്രത്യേകിച്ചും ഇങ്ങനെ വ്യാജന്മാര്, അവരുടെ കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരം ബിലീഫ് സിസ്റ്റത്തെ മുതലെടുക്കുന്നു. അപ്പൊ ഇതും കൂടെ കൂട്ടിക്കുഴച്ച് ആൾക്കാരോട് പറയുകയും യഥാർത്ഥത്തിലുള്ള ഒരു ചികിത്സാവിധിക്ക് പോകാതെ ഇരിക്കാനായിട്ട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നാം ഓർക്കണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ സ്ത്രീക്ക് സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവർ ടോട്ടലി നിസ്സഹായമായിരുന്നു. കാരണം അവരെ ഭീഷണിപ്പെടുത്തിയാണ്, ഉപേക്ഷിച്ചു കളയും, കുട്ടികളെയും അവരെ ഉപേക്ഷിച്ചു കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർ പുരുഷന്മാരുടെ ഒരു സ്വകാര്യ സ്വത്താണ് എന്നുള്ള നിലപാട് അങ്ങനെ ആ ഒരു തരത്തിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ, കഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് സാമ്പത്തിക ഭദ്രതയില്ല. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഉള്ള പ്രശ്നം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. പിന്നെ വളരെ റിമോട്ടായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡെല്യൂഷനോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം, ഉദാഹരണത്തിന് കൽക്കട്ടയിൽ ആ കൂട്ടക്കൊലപാതകം നടന്നതും അവസാനം ആത്മഹത്യ നടന്നതും, അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ പുറം ലോകവുമായിട്ട് ആർക്കും ഒരു ബന്ധമില്ലാതെ അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ വന്ന ഒരു രീതിയായിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു ഹൈലി ഡെല്യൂഡഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരം മിഥ്യാബോധത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മന്ത്രവാദത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ഫലമായിട്ട് ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു സാധ്യത കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് കാണുന്നില്ല. കാരണം ആ സ്ത്രീക്ക് അതിനോട് യോജിപ്പില്ലായിരുന്നു. അവർക്ക് സ്വയമായിട്ട് പോയി ചികിത്സിക്കണമെന്നാണ് തീർച്ചയായിട്ടും അവർ പറഞ്ഞിരുന്നത്. ഇതിന് നമ്മൾ ഏത് തലത്തിലാണ് ഒരു റെക്ടിഫൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മുകളിൽ മുതൽ തുടങ്ങണം. നമ്മളെപ്പോഴും പറയും താഴെ നിന്ന് ഉള്ള അവബോധം മാത്രം മതി. അങ്ങനെയല്ല, മുകളിൽ നിന്ന് മുതലേ തുടങ്ങണം. കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അനേകം പേരുണ്ട്. അത് സെലിബ്രിറ്റീസ് ആകാം, ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ആര് തന്നെ ആയിക്കോട്ടെ. ഇത്തരം സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവരെ ഒരു വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരെ ഒരു പോസ്റ്റ് ഇടുമ്പോഴോ അവരുടെ ധാർമ്മികത മറന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെയും വളരെ ജാഗരൂകരായിട്ട് മുകളിൽ നിന്നും മുതൽ തന്നെ ഇതിനൊരു പൊളിച്ചടുക്ക് ആവശ്യമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് അവബോധം വളരെയധികം നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഈ നിസ്സാരമായിട്ടുള്ള കാര്യം പോലും പ്രകൃതിദത്തം എന്ന് പറഞ്ഞ് അത് നാച്ചുറൽ ആണ് അല്ലെങ്കിൽ സിന്തറ്റിക് ആണ്, ഈ ഒരു വ്യത്യാസമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പാരസിറ്റമോൾ ഒരു ഡോക്ടർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട് ഇങ്ങനെയാണെന്ന് അവർ പറയും. അവർക്കത് കൃത്യമായിട്ട് അറിയാം. കാരണം അത്രയ്ക്ക് മേൽ പഠനം ആ ഒരു ചെറിയ ഡ്രഗിന് പോലും ഉണ്ടായിട്ടുണ്ട്. ബാക്കി ഇതര മേഖലകൾ അല്ലെങ്കിൽ ഇതര സിസ്റ്റത്തിലൊന്നും അങ്ങനെ യാതൊരു പഠനങ്ങളും നടന്നിട്ടില്ല. പഠനങ്ങൾ നടത്താത്തത് കൊണ്ട് അതിന് സൈഡ് എഫക്റ്റ് ഇല്ല, പാർശ്വരഹിതമാണ് അല്ലെങ്കിൽ പാർശ്വഫലം ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. കാരണം പഠനം അത്രമേൽ നടന്നിട്ടില്ല. ഇത് ഇത്രമേൽ മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മോളിക്യൂളിന് ഇങ്ങനെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്നതും നമ്മളത് മറച്ചു വെക്കുകയോ ഒളച്ചു വെക്കുകയോ ചെയ്യാതെ പറയുന്നതും. അതുപോലും ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവർ സാധാരണഗതിയിൽ ഇങ്ങനെ മറ്റ് മെഡിസിൻസ് അല്ലെങ്കിൽ അശാസ്ത്രീയമായ രീതികൾ കൈകാര്യം ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങൾ ഒരു മുതലെടുപ്പിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.